അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഐറ്റം ആയിട്ടാണ്. ഐറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിബിസ്കസ് ആവാരംപൂ പേൾ ഷാമ്പു ആണ്. അപ്പം അതെന്താ നോക്കണ്ടേ, വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിബിസ്കസ് ആവാരംപൂ പേൾ ഷാമ്പു. അപ്പം ഈ ഒരു ഷാമ്പു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കൺസിസ്റ്റൻസിയും അതേപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് ആയാലും ഇതിൻ്റെ ഒരു കോട്ടിങ് ഉണ്ടല്ലേ. ഈ കോട്ടിങ് എന്ന് പറഞ്ഞാൽ പേൾ കോട്ടിങ് ആണ്. നമ്മുടെ പേൾ ബേസ് വെച്ചിട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന ഒരു കോട്ടിങ് ആണ്. അതേപോലെ തന്നെ കണ്ടീഷണറിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിന് വരുന്നുണ്ട്. അപ്പം ബാക്കി ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉടനീളം പറയുന്നതായിരിക്കും. അപ്പം വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു ഷാമ്പു ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാം. ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്, റോസ്മേരി എടുത്തിട്ടുണ്ട്, അതുപോലെ അലോവേര എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ റോസ്മേരിയാണ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ആ ചെമ്പരത്തിപ്പൂ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം ആര്യവേപ്പിൻ്റെ ഇല എടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഭൃംഗരാജ, നിങ്ങൾക്കറിയായിരിക്കും, കയ്യോന്നി എന്നൊക്കെ പറയും, കയ്യോന്നി എടുക്കുന്നുണ്ട്. കയ്യോന്നിയും അതേപോലെ തന്നെ ഈ ആര്യവേപ്പ് എടുക്കുന്ന പോലെ ഒരു പിടിയോളം കയ്യോന്നിയും എടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യോന്നിയും നന്നായിട്ട് മുറിച്ചിടുക ഇതിലേക്ക്. ഇപ്പോൾ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തലയ്ക്ക് ഓവറായിട്ട് തണുപ്പ് പറ്റാത്തവർക്കും ഒക്കെ ഈ ഷാമ്പു ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കയ്യോന്നിയും കൂടി ഇതിലേക്ക് ഉപയോഗിക്കുമ്പോൾ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു പിടി അലോവേരയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ വീട്ടിൽ നമുക്ക് അലോവേര കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസിനായിട്ട് അലോവേരയാണ് നമ്മൾ കൂടുതലായിട്ടും എടുത്തത്. അപ്പോൾ അലോവേര നന്നായിട്ട് അരച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം 1 ലിറ്ററോളം അലോവേര ജ്യൂസ് കിട്ടി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 ലിറ്ററോളം DM വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്റ്റിലറി വാട്ടറാണ് ഇതിനകത്തേക്ക് ഉപയോഗിച്ചത്. ഒരു 2 ലിറ്ററാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 3 ലിറ്ററോളം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 ലിറ്റർ വെള്ളവും 1 ലിറ്റർ ജ്യൂസും കൂടെ ആകുമ്പോൾ ടോട്ടൽ ഒരു 3 ലിറ്റർ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. നമ്മുടെ ആവാരം പൂവ് തലയ്ക്ക് ഏറ്റവും തണുപ്പ് കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ആവാരം പൂവിൻ്റെ ഇലയും അതുപോലെ തന്നെ പൂവും. നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഒരേ ഗുണം തന്നെയാണ് ഇലയ്ക്കും പൂവിനും ഉള്ളത്. അപ്പം നമ്മുടെ തലയ്ക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ആവാരം പൂവ്. നമ്മുടെ ചർമ്മത്തിൽ ചൊറിച്ചിൽ, അതുപോലെ തലയ്ക്ക് ചൊറിച്ചിൽ, ഭയങ്കരമായിട്ട് അലർജി പോലുള്ള ചൊറിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ആവാരം പൂ ചേർത്തിട്ടുള്ള ഷാമ്പു ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 10 ഗ്രാം ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ഇതിലെ ഗുണങ്ങളെല്ലാം ഇറങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇതിൽ നിന്ന് തന്നെ വറ്റി വരും. കാരണം ഇതെല്ലാം ഒന്ന് വെന്ത് വരാനുള്ള ആ ഒരു തിളക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തിളച്ചാൽ പോരാ. ഇതെല്ലാം നന്നായിട്ട് വേവുന്ന രീതിയിൽ തന്നെ നമുക്ക് തിളപ്പിക്കണം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിന് ക്വാണ്ടിറ്റി കുറയും. അതപ്പോൾ അതനുസരിച്ച് നോക്കുക നമുക്ക് എത്ര കിട്ടുമെന്നുള്ളത് ജ്യൂസ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹെർബൽസ് എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ടിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഇപ്പോൾ നല്ലപോലെ എൻ്റെ കളർ ഇളകിയിരിക്കുന്ന ചെമ്പരത്തി പൂവിൻ്റെ ആയാലും ആവാരം പൂവിൻ്റെ ആയാലും നമ്മുടെ എന്താ പറയുക ആര്യവേപ്പും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു എത്രത്തോളം ജ്യൂസ് നമുക്ക് കിട്ടിയെന്നുള്ളത് ഞാൻ പറയാം. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് അളവൊന്ന് നോക്കണം. ഇപ്പം ഏകദേശം ഒരു 2.5 ലിറ്ററോളം നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൗളിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഷാമ്പൂ ബേസ് എടുക്കുക. പേൾ ഷാമ്പൂ ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടീഷണർ എഫക്റ്റും കൂടെ ഉള്ള, നമ്മുടെ കണ്ടീഷണറും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പേളിൻ്റെ പ്രീമിയം ഷാമ്പൂ ബേസാണ് 1 ലിറ്റർ എടുത്തത്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ 1 ലിറ്റർ ജ്യൂസും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനു മുമ്പ് വൈറ്റമിൻ ഇ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 സ്പൂണോളം വൈറ്റമിൻ ഇ ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ആവുകയും ചെയ്യും. ഇപ്പം തന്നെ ആ ഒരു കളറ് ചേഞ്ച് ആയിട്ടും അതിൻ്റെ ഒരു തിക്നെസ്സും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമുക്ക് തിക്നെസ് കൂടുതലാണെന്ന് കാണുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ജ്യൂസും കൂടെ ഒഴിക്കാം. ഞാനിപ്പോൾ 2 ലിറ്ററോളം ഇതിലേക്ക് ഒഴിച്ച് ജ്യൂസ് 2 ലിറ്ററോളം ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ലിറ്റർ കൂടി ഷാമ്പൂ ബേസ് ഒഴിക്കണം. കാരണം 1 ലിറ്റർ ഷാമ്പൂ ബേസിന് 2 ലിറ്റർ ജ്യൂസായിരുന്നു ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഇതിനകത്തേക്ക് 2 ലിറ്റർ
ഷാംപൂ ബേസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ലിറ്റർ ഷാംപൂ ബേസും 2 ലിറ്റർ ജ്യൂസും ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു കറക്റ്റ് തിക്നെസ് തന്നെ നമുക്ക് ഷാംപൂവിന് വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാണാൻ പറ്റും ഓരോന്നും നമ്മൾ ഒഴിക്കുന്ന നേരത്ത് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും പറയാറുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രാഗ്രൻസ് ആണോ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഹയ ഓർഗാനിക്കിൻ്റെ തന്നെ തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഷാമ്പൂ വാങ്ങി ഉപയോഗിച്ചവർക്കെല്ലാം അറിയാം എത്രത്തോളം നല്ല സ്മെല്ലാണ് നമ്മുടെ ഓരോ ഷാമ്പൂവിലും. ഈ ഒരു ഷാമ്പൂ എന്നല്ല, നമ്മൾ പ്രോഡക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഏതൊരു പ്രോഡക്റ്റിൻ്റെയും സ്മെല്ല് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി സ്മെല്ല് തന്നെയാണ്. നമ്മുടെ ഹയ ഓർഗാനിക്കിൻ്റെ ഫ്രാഗ്രൻസ് ഒക്കെ പ്രത്യേകത തന്നെയാണ്. അപ്പം നന്നായിട്ട് ഇളക്കി റെഡിയാക്കി വെച്ച് ബോട്ടിൽസിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫ്രാഗ്രൻസ് ഒഴിച്ച് വൈറ്റമിൻ ഇ ഒഴിച്ച് പിന്നെ നമ്മുടെ മറ്റുള്ള എല്ലാ ഹെർബൽസും അടങ്ങിയിട്ടുള്ള ജ്യൂസാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിയത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒന്ന് അടങ്ങി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഒരു 6 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഷാമ്പൂവിൻ്റെ ആ ഒരു പരുവം കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഓരോ ബോട്ടിൽസിലേക്കും മാറ്റാം. അപ്പോൾ ഒരു 2 ലിറ്റർ വാട്ടറും 2 ലിറ്റർ ഷാമ്പൂ ബേസും വെച്ചിട്ട് നമുക്ക് ഇത്രത്തോളം ഷാമ്പൂ കിട്ടിയിട്ടുണ്ട്. അതുപോലുള്ള ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതെല്ലാം ഷാമ്പൂ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.